ഹായ് ഡിയർ ഫ്രണ്ട്സ്, തനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കിബ്ബയാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അറബിക് സ്നാക്കാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെയിനായിട്ട് ബീഫും പിന്നെ സൂചി ഗോതമ്പിൻ്റെ നുറുക്കുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് കീമയാണ്, അതായത് അരച്ചു വെച്ചിട്ടുള്ള ബീഫ്. ഇതിപ്പോൾ ഞാൻ ബീഫ് ഹാഫ് കുക്ക് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കണം. അതിനുവേണ്ടി പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് കീമയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1 കപ്പ് പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഓയിലിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു 5 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കാര്യം നമ്മളിത് പകുതി വേവിച്ച ബീഫാണ്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ വേണ്ടി തുടങ്ങും. അപ്പോഴേക്ക് ബാക്കി പൊടികളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, ക്യുമിൻ സീഡ് പൗഡർ. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 3 പൊടികളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു റെസിപ്പിയിലേക്ക് മുളക് പൊടി ചേർക്കാറില്ല, പക്ഷെ ഞാനിവിടെ ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്തതാണ്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ വലിയ എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ പൊടികളൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് ആയാലും കുഴപ്പമില്ല, ഇത് ഓപ്ഷനിലാണ്, അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഞാനിതിലേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി നുറുക്കി അരിഞ്ഞത്, പിന്നെ ഒരു വലിയ സവാളയുടെ പകുതി ഭാഗം ചെറുതായി നുറുക്കി അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബീഫിൻ്റെ കളറെല്ലാം മാറിയിട്ട് ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കിബ്ബയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഡൗ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന സൂചി ഗോതമ്പിൻ്റെ നുറുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ബാക്കി കീമ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ വേണ്ടത് കളറിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതൊന്ന് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സിലോ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ നല്ല സ്മൂത്തായിട്ട് ആ മാവ് കിട്ടണം.
ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കുന്നതാവും നല്ലത്. കൈകൊണ്ട് കുഴയ്ക്കാൻ പാകത്തിന് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. ഇപ്പൊ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിൽ നിന്ന് നന്നായി കൈകൊണ്ട് തന്നെ അത് എല്ലാം ഈ ബൗളിലേക്ക് മാറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് റവ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള മാവിന്റെ പരുവത്തിലേക്ക് മാറ്റണം. ഇപ്പം നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അതിനുശേഷം ഒന്നുകൂടി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതുപോലെ ഓരോ ഉരുളകളാക്കി കിബ്ബയുടെ ഷേപ്പിലേക്ക് ആക്കണം. തള്ളവിരലുകൊണ്ട് നടുക്കൊരു കുഴി ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ഫില്ലിംഗ് ഇതിലേക്ക് ഈ കുഴിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ ഫില്ലിംഗ് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റണം. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഞാനിവിടെ 2 എണ്ണം വീതമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. തീ ഒരുപാട് കൂട്ടിയിട്ടിട്ട് ആദ്യം തന്നെ ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ മുകൾ ഭാഗം മാത്രം കരിഞ്ഞു പോകും, ഉള്ളിലൊന്നും അത് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. ഇപ്പം നമ്മുടെ കിബ്ബ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്